തീർച്ചയായിട്ടും. കാരണം ഒരു സ്റ്റുഡിയോ റൂമാണ് ഇപ്പം ഒരു വിധി പറയുന്നത് ഒരു സ്റ്റുഡിയോ റൂമിലേക്ക് മാറിയിരിക്കുന്നു. ഒരു ജുഡീഷ്യൽ സംവിധാനം തന്നെ താറുമാറാക്കുന്ന ഒരു തരത്തിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരമോന്നത നീതിപീഠം ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു നിയമത്തിൽ നിൽക്കുന്ന നമുക്ക് ഇപ്പം ആ ഒരു രീതിയിലല്ല. കാരണം മാധ്യമങ്ങൾ അനാവശ്യമായ ഒരു കടന്നുകയറ്റം നടത്തുന്നുണ്ട്. അവർ വിചാരിക്കുന്ന തരത്തിലേക്ക് അവരുടെ ഊഹാപോഹങ്ങളും അവർ കൊണ്ടുവരുന്ന തെളിവുകളുമാണ് യഥാർത്ഥ തെളിവുകൾ എന്ന് പറഞ്ഞ് യഥാർത്ഥ തെളിവുകൾ പോലും കോടതിയിൽ ഹാജരാക്കാൻ പലപ്പോഴും ഇരകൾക്ക് പറ്റാറില്ല. അല്ലെങ്കിൽ സാക്ഷികളായി പറയുന്നവർക്ക് പോലും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ മാധ്യമ സൃഷ്ടിക്കനുസരിച്ച് മൊഴി പറയുന്ന ഒരു തരത്തിലേക്ക് അവരെ കൂടെ അങ്ങ് മാറ്റിയെടുക്കുന്ന ഒരു ചുറ്റുപാടാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മാത്രമല്ല, പല വിഷയങ്ങളിലും ഈ രാഷ്ട്രീയ പകപോക്കൽ അത് ബാധിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് പൊതുജനങ്ങൾക്ക് നഷ്ടം സംഭവിച്ചേക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിലവിലുണ്ടായിട്ടുണ്ട്. ശബരിമല ഇഷ്യൂ അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം അതിനകത്ത് എന്തുമാത്രം നഷ്ടങ്ങളാണ് സമൂഹത്തിന് സംഭവിച്ചേക്കുന്നത്. ദേവസ്വം ബോർഡിന് നഷ്ടങ്ങൾ വന്നിട്ടില്ലേ? അതുപോലെ തന്നെ ഇന്നലെ കൊല്ലത്ത് ദേശീയപാത തകർന്ന് വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതൊരു വലിയ ദുരന്തത്തിൻ്റെ ആഘാതം കുറച്ചു. കാരണം ആ ഒരു സമയത്ത് ആ ഒരു ദുരന്തം കുറച്ചും കൂടെ ഒരു വ്യാപ്തിയിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള അതിനകത്ത് സ്കൂൾ കുട്ടികളുണ്ടെങ്കിൽ അതൊരു വലിയ അപകടത്തിലേക്കും നമുക്കൊരു വലിയ കണ്ണുനീരിലേക്കും പോകേണ്ട ഒരു വിഷയമാണ്. ഇതൊന്നും ഇപ്പോൾ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യമല്ല. നിസാരം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത് ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെയും മെസ്സേജ് ചെയ്തു, എനിക്കും. ഇതൊക്കെ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണോ? എന്തൊരു അട്ടർ ഫൂളിഷ്നെസ് ആണ്.